ഓൾ വെൽക്കം ടു ഇംപൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ആന്റി വൈറൽ ഡ്രഗ്സ് ആണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ കുറച്ച് വൈറസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. വൈറസ് എങ്ങനെയാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അത്രേന്റെ ആവശ്യമില്ല, പക്ഷേ നിങ്ങളൊന്ന് വായിച്ചു വെച്ചിരിക്കുക എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. കാര്യം മെക്കാനിസം ഓഫ് ആക്ഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ വൈറസ് എന്ന് വെച്ചാൽ എന്താണ്? സ്മോൾ ഇൻഫെക്ഷ്യസ് ഏജന്റ് ആണ്. ബേസിക്കലി ഒരു ലിവിങ് സെല്ല് വന്നാൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ളതാണ് അല്ലേ. അപ്പം ഏതെങ്കിലും ലിവിങ് ഓർഗാനിസം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വൈറസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ ഒക്കെ അതിന് പോസിബിൾ ആണെന്നുള്ളതാണ്. വൈറസിന് സെൽ മെംബ്രെയിനോ അല്ലെങ്കിൽ മെറ്റബോളിക് പ്രോസസ്സോ അല്ലെങ്കിൽ സെൽ വോളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് അല്ലേ. സോ വൈറസിന്റെ പാർട്ടിക്കിൾസ് പറയുവാണെങ്കിൽ 2 to 3 പാർട്സ് ആണുള്ളത്. ജനറ്റിക് മെറ്റീരിയൽ, അത് ബിക്കോസ് DNA RNA ആകാം. ഒരു ക്യാപ്സിഡ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. ആൻഡ് എൻവലപ്പ് ഓഫ് ലിപ്പിഡ് ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക. വൈറസിന് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്വന്തമായി തന്നെയാണ്. ഒരു ഹോസ്റ്റ് അതിൻ്റെ മെറ്റബോളിക് പ്രോസസ്സിൽ പോയിട്ട് ഇന്റർഫിയർ ചെയ്തുകൊണ്ട് അത് തന്നെയാണ് ബേസിക്കലി റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. സോ ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ആന്റി വൈറൽ ഡ്രഗുകൾ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. സോ ഇത് എളുപ്പമാണ്. ഇത് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും. വൈറൽ അറ്റാച്ച്മെന്റ് ആൻഡ് എൻട്രി ആർ ബ്ലോക്ക്ഡ് ബൈ. കാരണം വൈറലിന്റെ അറ്റാച്ച്മെന്റ് എൻട്രിയും ബ്ലോക്ക് ചെയ്യുന്നത് എന്താണ്? എഫുവിട്രൈഡ്, മറാക്കോവിറോവ് ആൻഡ് ഡോക്കോസെനോൾ ആൻഡ് പൽവിസുമാബ്. അപ്പം ഇങ്ങനെയുള്ള ഡ്രഗുകൾ എന്താണ് എൻട്രി ബ്ലോക്ക് ചെയ്യുന്നത്. അൺകോട്ടിംഗ് ആർ ബ്ലോക്ക്ഡ് ബൈ. സോ അൺകോട്ടിംഗ് ബ്ലോക്ക് ചെയ്യുന്ന അമെൻറ്റാഡിൻ ആൻഡ് റിമെൻറ്റാഡിൻ ആണ് ഇൻഫ്ലുവൻസയ്ക്ക് യൂസ് ചെയ്യുന്നത്. വൈറൽ റിലീസ് ആർ ബ്ലോക്ക്ഡ് ബൈ എന്താണ് ഇൻഫ്ലുവൻസ പോലുള്ള അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന ന്യൂറാമിനഡൈസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ആൻഡ് ന്യൂക്ലിക് ആസിഡ് സിന്തസിസ് ബ്ലോക്ക്ഡ് ബൈ ഇപ്പോൾ HIV-ക്കും HBV-ക്കും യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ്. സോ ന്യൂക്ലിയോസൈഡ് റിവേഴ്സൽ ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റേഴ്സ് NRTIയും നോൺ ന്യൂക്ലിയോസൈഡ് റിവേഴ്സലും അസൈക്ലോവിർ ഫോസോകാർനെറ്റ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. ആൻഡ് പ്രോട്ടീൻ പ്രോസസ്സിങ്ങിനൊക്കെ ബ്ലോക്ക് ചെയ്യുന്നത് പ്രോട്ടീൻ ഇൻഹിബിറ്റേഴ്സ് ആണ്. HIVസിനൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രഗുകളാണ്. സോ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രഗൊക്കെ മിസ്സായി പോവുകയാണെങ്കിൽ പഠിക്കാൻ എളുപ്പമാണ്. സോ എൻഫോവിർട്ടിനൈഡ് ആൻഡ് മറാവിറോക്ക് ആൻഡ് ഡോക്കാസനോൾ പോലുള്ള ഡ്രഗുകളാണ് വൈറൽ അറ്റാച്ച്മെന്റിന് എൻട്രീനെ തന്നെ ബ്ലോക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് മറന്നു പോകരുതേ. സോ അൺകോട്ടിംഗ് ഇൻഹിബിറ്റേഴ്സിലാണ് അമെൻറ്റാഡിനും റിമെൻറ്റാഡിനും പറഞ്ഞല്ലേ. സോ ദേ ആർ ഹൈഡ്രോഫോബിക് അമീൻസ് ആണ് വിച്ച് ക്ലിനിക്കലി അഗെയിൻ ഇൻഫ്ലുവൻസ A ഓൺലി, എക്ക് മാത്രം ഉപയോഗിക്കുന്നതാണ്. ദ സ്പെസിഫിറ്റി സ്റ്റെം ഫ്രം അതർ എബിൾ ടു ബൈൻഡ് ടു ബ്ലോക്ക് ദ പ്രോട്ടീൻ ചാനൽ ഫോം ബൈ ദ M2 മെട്രിക്സ് പ്രോട്ടീൻ. സോ ഇത് കുറച്ച് ഫാർമക്കോളജിക്കലാണ്, എന്ന് വെച്ചാൽ അധികവും ഫാർമക്കോളജിക്കലാണ്. സോ നിങ്ങൾ ഹൈഡ്രോഫോബിക് അമീൻസ് ആണ് ആൻഡ് ക്ലിനിക്കൽ അഗെയിൻ ഇൻഫ്ലുവൻസ A പഠിക്കുക. അത് മാത്രമല്ല സ്പെസിഫിറ്റി സ്റ്റെം ഫ്രം ദർ എബിൾ ടു ബൈൻഡ് ടു block the proton channel formed by the M2 matrix protein. So M2 matrix protein ഫോം ചെയ്യുന്ന ആ പ്രോട്ടോൺ ചാനലിനെ ബ്ലോക്ക് ചെയ്യാൻ, ബൈൻഡ് ചെയ്ത് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് കൂടി ഉണ്ടെന്നുള്ളതാണ്. ആൻഡ് റെഡ്യൂസ് സിവിയറിറ്റി ഓഫ് ഇൽനെസ് സ്റ്റാർട്ട് വിത്തിൻ 48 hours of onset of symptoms. സോ ഒരു സിംറ്റം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വൺ സെറ്റ് ക്വിക്ക് ആക്ഷൻ കൊടുക്കാനുള്ള ഒരു ആക്ഷൻ അമെൻറ്റാഡിനും റിമെൻറ്റാഡിനും ഉണ്ട്. ബേസിക്കലി മനസ്സിലാക്കുക, M2 മെട്രിക്സ് പ്രോട്ടീനെ ഫോം ചെയ്യുന്നതിന് ബ്ലോക്ക് ചെയ്യുന്നു. ആൻഡ് ഓർഗാനിക് ബേസ് ആണ്, വീക്ക് ഓർഗാനിക് ബേസ് ആണ്, ഇൻഫ്ലുവൻസ A ആണ്. സോ അമെൻറ്റാഡിൻ സ്ട്രക്ചർ ഉണ്ട്, NH2 അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. അമെൻറ്റാഡിൻ ആൻഡ് ഇറ്റ്സ് മീഥൈൽ ഡെറിവേറ്റീവ് ഇൻഹിബിറ്റ് ദ അൺകോട്ട് ഓഫ് വൈറൽ RNA വിത്തിൻ ദ ഇൻഫെക്ട് ഹോസ്റ്റ് സെൽ, ദസ് പ്രിവെന്റിംഗ് ഇറ്റ്സ് പ്രിവെൻഷൻ. ഈ ഒരു ഇത്രയും സെന്റൻസ് പഠിക്കുക. റിമെൻറ്റാഡിൻ ആണെങ്കിലോ ഇന്റർഫിയർ വിത്ത് വൈറസ് അൺകോട്ട് ബൈ ഇൻഹിബിറ്റിംഗ് റിലീസ് ഓഫ് സ്പെസിഫിക് പ്രോട്ടീൻ ഓൾസോ ഇറ്റ് മോർ എഫക്റ്റീവ് ദൻ അമെൻറ്റാഡിൻ. അമെൻറ്റാഡിനേക്കാൾ ഇച്ചിരി കൂടെ എഫക്റ്റീവ് ആണ്. സോ വൈറസിന്റെ അൺകോട്ടിങ്ങിനെയാണ് എന്ത് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. സോ സിന്തസിസ് ഓഫ് അമെൻറ്റാഡിനാണ്. സോ അഡമാൻറ്റീൻ നിന്നിട്ട് 1-ബ്രോമോ അഡമാൻറ്റീൻ, അവിടെ അസറ്റോ നൈട്രലിന്റെ പ്രസൻസിൽ 1-അസറ്റൈൽ അമിനോ അഡമാൻറ്റീൻ ആണ് ഉണ്ടാവുന്നത്. അങ്ങനെ അമെൻറ്റാഡിൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എളുപ്പമാണ്. സോ അഡമാൻറ്റീനെ BR2 വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ 1-ബ്രോമോ അഡമാൻറ്റീൻ ഉണ്ടാവും, അല്ലെങ്കിൽ 1-ബ്രോമോ അഡമാൻറ്റീൻ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് അസറ്റോ നൈട്രോയിലിന്റെ പ്രസൻസിൽ എന്താണ് 1-ഒക്ട അമൈൽ അഡമാൻറ്റീൻ ഉണ്ടാവുന്നു. അത് NOH വഴി ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ അമെൻറ്റാഡിൻ ഉണ്ടാവുന്നു. സോ ഇത് റിമെൻറ്റാഡിൻ ആണ്. സോ ഇവിടെ NH2OH വെച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ബേസിക് എൻഡ് പോയിന്റിൽ റിമെൻറ്റാഡിൻ തന്നെയാണ്. ഇവിടെ നമ്മൾ ലിഥിയം അലുമിനിയം യൂസ് ചെയ്യുന്നുണ്ട് 60%. ആൻഡ് ഇവിടെ NH2OH 98% യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ അറ്റാച്ച്മെന്റ് നോക്കിയാൽ മതിയായിരിക്കും. സ്ട്രക്ചറിൽ എല്ലാം സെയിം ആണ്, കണ്ടോ? സ്ട്രക്ചറിൽ എല്ലാം സെയിം ആണ്. നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്നത് എന്താണ്? സോ ഒരു അമിനോ ഗ്രൂപ്പിന് അറ്റാച്ച്മെന്റ് ചെയ്യണം അല്ലെ. ഇവിടെ O ആണുള്ളത്, അപ്പോൾ Oനെ മാറ്റിയിട്ട് NH2ന്റെ ഗ്രൂപ്പിന്റെ അറ്റാച്ച്മെന്റിന് വേണ്ടിയാണ്. സോ ഇത് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ 4th സെമ്മിൽ നിങ്ങൾ പഠിച്ച കേസാണ്. സോ ലിഥിയം അലുമിനിയം ഹൈഡ്രോക്സൈഡിന്റെ അറ്റാച്ച്മെന്റുകൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പഠിച്ചതാണ്.
അപ്പോൾ അത് നോക്കിയാൽ മതിയായിരിക്കും. സോ എൻട്രി ഇൻഹിബിറ്റേഴ്സിൽ ദ മോസ്റ്റ് കോമൺ ഡ്രഗ് ദാറ്റ് പ്രിവെന്റ് ദ വൈറസ് ഫ്രം എൻട്രിങ് CD4 സെൽസ് ആർ മറാവിറോക്, എഫുവിറിറ്റിഡിൻ ആൻഡ് ഡോക്കോസെനോൾ ആണ്. സോ ഇങ്ങനെ CD4 സെൽസുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്താണ് HIV ഡ്രഗ്സുകളുമായിട്ട് കാറ്റഗറീസ് വരുന്നതാണ്. സോ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ഡ്രഗുകളൊക്കെ ഇതൊക്കെയാണ്. സോ എന്താണ് മറാവിറോക്ക്? സോ മറാവിറോക്കിൽ എല്ലാം പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി ഐഡിയ വെക്കുക. ഇതൊരു പുതിയ ക്ലാസ് ഓഫ് ആന്റി റിട്രോവൈറൽ ഏജന്റ് ആണ്. സോ ഹോസ്റ്റ് പ്രോട്ടീനെയാണ് ടാർഗറ്റ് ചെയ്യുക. സോ ദ കീമോക്കിൻ റിസപ്റ്റർ CCR5 റാദർ ദാൻ എ വൈറൽ ടാർഗറ്റ്. സോ വൈറൽ ടാർഗറ്റിനേക്കാൾ നല്ലത് ഏറ്റവും എളുപ്പം എന്ത് ചെയ്യുന്നു, കീമോക്കിൻ റിസപ്റ്റർ CCR5നെയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂ ഡ്രഗ് എന്ന് പറഞ്ഞൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ബിൽഡ് ടു ദിസ് സെൽ സർഫസ് പ്രോട്ടീൻ. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതൊരു ന്യൂവർ ഡ്രഗ് ആയതുകൊണ്ട് ജസ്റ്റ് നോക്കി വെക്കുക കേട്ടോ, അത്രയേ ഉള്ളൂ. ആൻഡ് എൻ്റെ മെറ്റബോളിസം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് എൻഫുവിറിറ്റിഡിൻ ആണ്. സോ ന്യൂ ക്ലോസ് ഓഫ് ആന്റി വൈറൽ ഡ്രഗ് ആണ്, ഫ്യൂഷൻ ഇൻഹിബിറ്റേഴ്സ് ആണ്, വിച്ച് ഇന്റർഫിയർ വിത്ത് ദ പെനട്രേഷൻ ഓഫ് HIV1 ഇൻ ദ സെൽ. സോ HIV1 ഇൻ ദ സെൽസിലാണ് ഏറ്റവും കൂടുതലായിട്ട് അഫക്ട് ചെയ്യുക. ന്യൂ ക്ലാസ് ഓഫ് ഡ്രഗ് ആണ്. സെലക്റ്റീവ് ഇൻഹിബിഷൻ ഓഫ് മെംബ്രെൻ ഓഫ് വൈറൽ ആൻഡ് സെൽസ്. വൈറലിന്റെയും സെൽസിന്റെയും സെലക്റ്റീവ് ഇൻഹിബിഷൻ ആണ് കേട്ടോ, മെംബ്രെൻ ഇൻഹിബിഷൻ ആണ് എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രോട്ടനേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ദ യൂസ് ഓഫ് എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി ആൻഡ് മോളിക്കുലർ മോഡലിംഗ്. സോ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. യൂസ് of X-ray crystallography and molecular modeling lead to structure-based design of a series of inhibitors which act on the viral enzyme HIV protease. So HIV protease എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, അതായത് ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ സീരീസ് ഓഫ് ഇൻഹിബിറ്റേഴ്സ് ആണ്. അപ്പോൾ ഒരു സീരീസ് ഓഫ് വൈറൽ ഇൻഹിബിറ്റേഴ്സ് ആണ്. ഇപ്പോൾ വൈറൽ എൻസൈം HIV പ്രോട്ടേസിന്റെ ഇൻഹിബിറ്റേഴ്സ് ആണ്. ഇവിടെ നോക്കിയാൽ CD4 സെൽസ് ഉണ്ട്, HIV പ്രോട്ടീൻ ഇതുണ്ട്. സോ ന്യൂ ഇമ്മച്വർ HIV ആണ് ഇതുള്ളത്. സോ ഇവിടെ പ്രോട്ടേസ് ഉണ്ട്. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, പ്രോട്ടേസ് ഇൻഹിബിറ്റേഴ്സ് ബ്ലോക്ക് ന്യൂ HIV ഫ്രം ബിക്കമിങ് മെച്യൂർ HIV. സോ മെച്യൂർ HIV ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ പ്രോട്ടേസ് ഇൻഹിബിറ്റേഴ്സ് കയറി ബ്ലോക്ക് ചെയ്യണം. പ്രോട്ടേസ് ഉള്ളിൽ ഓൾറെഡി ഉണ്ട്, ആ പ്രോട്ടേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അപ്പോൾ പുതിയ മെച്യൂർ ആവുന്ന HIV വൈറസുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം they have a short term benefits. സോ നമുക്ക് ഷോർട്ട് ടേം ആണ്, കാര്യം കൂടുതലായിട്ട് എന്താണ് പുതുതായിട്ട് ഉണ്ടാവാൻ പാടില്ല. പക്ഷെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ബോഡിയിൽ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. സോ അവിടെയാണ് സാക്യുനാവിർ, റിച്ച്നാവിർ, ഇൻഡനാവിർ ആൻഡ് ലോപ്പിനാവിർ. ഇൻഡനാവിർ ഒക്കെ പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. നെൽഫിനാവിർ ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. സ്ട്രക്ചർ വരച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വൺ ഈ സാക്യുനാവിർ ആണ്, ഫസ്റ്റ് PA ടു റീച്ച് ദ മാർക്കറ്റ്. സോ നമ്മൾ ആദ്യമായിട്ട് മാർക്കറ്റിൽ വന്ന ഒരു ഡ്രഗ് ആണ് സാക്യുനാവിർ, ഫസ്റ്റ് PA കേട്ടോ. സോ ഇറ്റ് ഹാസ് ഹൈ മോളിക്കുലർ വെയിറ്റ് ആൻഡ് പെപ്റ്റൈഡ് ലൈക്ക് ക്യാരക്ടർ. സോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന രീതിയിൽ വന്നൊരു ഡ്രഗ് ആണ് സാക്യുനാവിർ. ആൻഡ് ഇറ്റ് ഇസ് ഹൈ മോളിക്കുലർ വെയിറ്റ് ആൻഡ് പെപ്റ്റൈഡ് ലൈക്ക് ക്യാരക്ടർ ഉണ്ട്. ആൻഡ് ഓറൽ ബയോ അവൈലബിലിറ്റിയും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ മെറ്റബോളിസം കൊടുത്തിട്ടുണ്ട്. മെറ്റബോളിസത്തിന് പ്രശ്നം ആവശ്യമില്ല, ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി. ന്യൂക്ലിക് ആസിഡ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ദീസ് ഡ്രഗ് യൂഷ്വലി ആക്ട് ബൈ ഇൻഹിബിറ്റിംഗ് ദ പോളിമറൈസ് ഓർ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. എന്താണ് പോളിമറൈസും റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസും ആണ്. സോ ന്യൂക്ലിക് ആസിഡ് സിന്തസിന് ആവശ്യമായിട്ടുള്ള പോളിമറൈസിനെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസിനെ എന്ത് ചെയ്യുന്നു, ബേസിക്കലി ഇൻഹിബിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ന്യൂക്ലിക് ആസിഡ് ഉണ്ടാവുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആൻഡ് ദേ ആർ യൂഷ്വലി അനലോഗ് ഓഫ് ദ പ്യൂരിൻ ആൻഡ് പിരിമിഡിൻ ബേസ്. സോ ബേസിക്കലി പ്യൂരിനും പിരിമിഡിനും ബേസുകളായിരിക്കും, ഫൗണ്ട് ഇൻ ദ ന്യൂക്ലിക് ആസിഡ് ആയിരിക്കും എന്നുള്ളതാണ്. രണ്ട് വാക്ക് ഓർത്ത് വെക്കുക. ന്യൂക്ലിക് ആസിഡ് ഇൻഹിബിറ്റർ ആണെങ്കിൽ പോളിമറൈസും റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസും ആയിരിക്കും. അവിടെയാണ് അസൈക്ലോവിർ, പെനിക്ലോവിർ. അസൈക്ലോവിർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറൊക്കെ ചോദിക്കാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്, എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. ആൻഡ് വാൽക്കോവിർ ഒക്കെ എക്സാമ്പിൾ വരുന്നു. സോ അസൈക്ലോവിറിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നോക്കി പോവാം. അതൊരു പ്രോട്ടോടൈപ്പ് ആന്റി ഹെർപ്പറ്റിക് തെറാപ്യൂട്ടിക് ഏജന്റ് ആണ്. ഹെർപ്പീസ് സിമ്പിൾ വൈറസ് ഇല്ലേ, ടൈപ്പ് 1 ടൈപ്പ് 2 ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ ചിക്കൻ പോക്സ്, വാരസെല്ല സോസ്റ്റർ, ഹെർബ്സുകൾ, അല്ലെങ്കിൽ ഷിഗല്ല പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം അതിൻ്റെ ഒരു വൺ സെറ്റ് ഓഫ് ആക്ഷൻ ഒക്കെ അസുഖത്തിൻ്റെയൊക്കെ ഒരു തീവ്രത ഒന്ന് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ്. സോ ന്യൂക്ലിയോസൈഡ് ലൈക്ക് സ്ട്രക്ചർ ആണ് കേട്ടോ അസൈക്ലോവിറിന്. സോ ലാക്ക് ദ കംപ്ലീറ്റ് ഷുഗർ റിംഗ്. സോ ഷുഗർ റിംഗ് ഒന്നും ഇല്ല. സോ വൈറലി ഇൻഫെക്ട് സെൽസ്, ഇറ്റ് ഫോസ്ഫോറിലേറ്റ് ടു ഫോം എ ട്രൈഫോസ്ഫേറ്റ് വിച്ച് ഈസ് ദിൻ ആക്റ്റീവ് ഏജന്റ്. സോ അസൈക്ലോവിർ ഇസ് എൻ പ്രോ ഡ്രഗ്. സോ അസൈക്ലോവിർ ഒരു പ്രോ ഡ്രഗ് ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കൊടുക്കുന്നത് ഫോസ്ഫോറിലേറ്റ് ഫോമിലായിരിക്കും, ടു ഫോം എ ട്രൈഫോസ്ഫേറ്റ്. അപ്പം ഈ ഫോസ്ഫോറിലേറ്റ് ഫോം എന്ത് ചെയ്യുന്നു, ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഈ ട്രൈഫോസ്ഫേറ്റ് ആണ് ആക്റ്റീവ് ഏജന്റ് ആയിട്ട് മാറുക. അങ്ങനെ അസൈക്ലോവിർ എഫക്ട് ചെയ്യുന്നത്. അതൊക്കെ മിക്കവാറും ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്, വൈ അസൈക്ലോവിർ എന്ന് പറയുന്ന ഒരു പ്രോ ഡ്രഗ് എന്ന് പറയുന്നു. അതിന് റീസൺ എന്തായിരുന്നു, ബേസിക്കലായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്താണ് ഫോസ്ഫോറിലേറ്റ് ഫോമിലാണ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് ദെൻ അത് ആക്ടിവേറ്റ് ആവുകയാണ് ചെയ്യുക. ആക്ടിവേറ്റ് ചെയ്തിട്ട് ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് മാറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മറന്ന് പോകരുത്. സോ അസൈക്ലോവിർ
triphosphate prevent DNA replication two way. ഒന്ന് ഫസ്റ്റ്ലി ഇറ്റ് ക്യാൻ ബൈൻഡ് ടു DNA polymerase and inhibit. സോ ഡയറക്ട്ലി എന്ത് ചെയ്യുന്നു, DNA പോളിമറേസിൽ പോയി ബൈൻഡ് ചെയ്യുന്നു, ഇൻഹിബിറ്റ് ചെയ്യുന്നു. സെക്കൻഡ്ലി ദ ഡ്രഗ് ആക്ട് ഓൺ എ ചെയിൻ ടെർമിനേറ്റർ, ഒരു ചെയിൻ ടെർമിനേറ്റർ. അപ്പം ആ ഒരു ഫോം ചെയ്യുന്ന ചെയിൻ ഇല്ല, അതിനിടയ്ക്ക് കയറി പോയി ടെർമിനേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഫെർദർലി ഉണ്ടാവുന്നില്ല. അപ്പം ഇത് HIV ഒന്നും എഴുതി വെക്കരുത്. ഹെർബ്സുകളും സിമ്പിൾ വൈറസ് അല്ലെങ്കിൽ ചിക്കൻ പോക്സിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഒന്ന് DNA പോളിമറേസ് ഇൻഹിബിഷൻ, ചെയിൻ ടെർമിനേഷൻ ആണ്. ഫോസ്ഫോറിലേറ്റ് എന്ത് ചെയ്യുന്നു, ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു, അങ്ങനെ ആക്റ്റീവ് ഏജന്റ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് വെറുതെ തിരിഞ്ഞു പോകരുത്. ഇനി വാൽസൈക്ലോവിർ ആണ്. ബയോ അവൈലബിലിറ്റി ഓഫ് അസൈക്ലോവിർസ് നോക്കുകയാണെങ്കിൽ കുറച്ച് കുറവാണെന്നുള്ളതാണ്. സോ ബാക്കിയുള്ളത് വായിക്കാം. നമുക്കിത് അസൈക്ലോവിർ ആണ് നമുക്ക് മേജർ ടോപ്പിക്കായിട്ട് പറയുന്നത്, അല്ലാതെ എല്ലാം ഒന്നും ആവശ്യമൊന്നുമില്ല. ഇനി ന്യൂക്ലിയോസൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. അവിടെ തന്നെയാണ് ലാമിവുഡിനും അല്ലെങ്കിൽ സ്റ്റാവുഡിനും ഒക്കെ DOTC ഒക്കെ വരുന്നത്. സോ സിഡോബിഡിൻ ആണെങ്കിൽ ഷുഗർ 3 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഹാസ് ബിൻ റിപ്ലേസ്ഡ് ബൈ എൻ അസിഡോ ഗ്രൂപ്പ് ആയിരിക്കും. ആൻഡ് ലാമിവുഡിനും എമിക്ടാബിനും ആണെങ്കിലോ അൺലോഗ് ഓഫ് ഡിഓക്സി സിട്രിഡിൻ വേർ ദ 3 കാർബൺ ഹാസ് ബിൻ റിപ്ലേസ്ഡ് ബൈ സൾഫർ. അവിടെ 3 കാർബൺ സൾഫർ ആയിട്ട് റിപ്ലേസ് ചെയ്യുന്നു. ഈ സ്ട്രക്ചറുകൾ നോക്കിയാൽ മതി. എല്ലാ സ്ട്രക്ചറുകളും ഏകദേശം ഒരു അമ്മ പറ്റതുപോലെ തന്നെയാണ്, പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്നുള്ളത്. അതാണ് ഞാൻ ഈ മഞ്ഞ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. സോ ബേസിക്കലി ഇതിന്റെ കുറച്ചൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇത്രയും ഒന്നും ആവശ്യം വരുന്നില്ല. സോ നെക്സ്റ്റ് വൺ ഈസ് നോൺ ന്യൂക്ലിയോസൈഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്, NNRTI. സോ ഇവിടെയാണ് നെവിറാപ്പിൻ, ഡെലാവിറിഡിൻ, എഫാവിറൻസ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. എന്തായാലും സ്ട്രക്ചർ വരച്ച് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ സ്ട്രക്ചറും. സോ ഇതെല്ലാം ജനറലി ഹൈഡ്രോഫോബിക് മോളിക്യൂൾസ് ആണ്. സോ അലോസ്ട്രിക് ബൈൻഡിങ് സൈറ്റ്സ് ഉണ്ട് വിച്ച് ഈസ് ഹൈഡ്രോഫോബിക് ഇൻ നേച്ചർ. Since the allostric binding site is separate from a substrate binding site, the NNRTAs are non-competitive reversible inhibitors. So ഇവരൊക്കെ NNRT എന്താണ്, ഒരു നോൺ കോമ്പറ്റേറ്റീവ് റിവേഴ്സിബിൾ ഇൻഹിബിറ്റേഴ്സ് ആണ്. ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കി വെക്കുക. എന്താണെന്ന് വെച്ചാൽ അലോസ്ട്രിക് ബൈൻഡിങ് സൈറ്റ് സെപ്പറേറ്റ് ഫ്രം ദ സബ്സ്ട്രേറ്റ് ബൈൻഡിങ്. സോ സബ്സ്ട്രേറ്റ് ബൈൻഡിങ് വെച്ച് നോക്കുവാണെങ്കിൽ അലോസ്ട്രിക് ബൈൻഡിങ്ങും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതൊക്കെ നോൺ കോമ്പറ്റേറ്റീവ് റിവേഴ്സിബിൾ ഇൻഹിബിറ്റേഴ്സ് ആണ് എന്നുള്ളതാണ്. ഈ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലാണ്. ഈ ഒരു ഒറ്റ പോയിന്റ് മതി, അല്ലാതെ ഹൈഡ്രോഫോബിക് ആണ്, അലോസ്ട്രിക് ബൈൻഡിങ് സൈറ്റിൽ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കുക, ഇത് നോൺ കോമ്പറ്റേറ്റീവ് റിവേഴ്സിബിൾ ആണ്. അതിന് റീസൺ എന്ന് വെച്ചാൽ എന്താണ്, അലോസ്ട്രിക് ബൈൻഡിങ് സൈറ്റും സെപ്പറേറ്റ് ഫ്രം ദി സബ്സ്ട്രേറ്റ് ബൈൻഡിങ് സൈറ്റും ആണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് നെവിറാപ്പിൻ ആണ്. സോ നെവിറാപ്പിൻ ഹാസ് എ റിജിഡ് ബട്ടർഫ്ലൈ ലൈക്ക് കൺഫർമേഷൻ ദാറ്റ് മേക്സ് ഇറ്റ്സ് എ കൈറൽ. സോ ഇത് കൈറൽ ആണ്, ഒരു ബട്ടർഫ്ലൈ ലൈക്ക് സ്ട്രക്ചർ ആണല്ലോ, കാണുന്നില്ലേ. സോ വൺ വിങ് ഇന്റർഫിയർ ത്രൂ ഹൈഡ്രോഫോബിക് ആൻഡ് വാൻഡർ വാൾസ് ഇന്ററാക്ഷൻ വിത്ത് അറോമാറ്റിക് റെസിഡ്യൂ ഇൻ ദ ബൈൻഡിങ് സൈറ്റ്. സോ ഒരു വാൻഡർ വാൾ ഇന്ററാക്ഷൻ ഉണ്ട്, അറോമാറ്റിക് റെസിഡ്യൂ ഇൻ ദ ബൈൻഡിങ് സൈറ്റ് വിച്ച് ദ അതർ വിങ് ഇന്ററാക്ട് വിത്ത് അലിഫാറ്റിക് റെസിഡ്യൂ. അപ്പം നമ്മുടെ വിങ് 1 ഉണ്ട്, വിങ് 2 ഉണ്ട് കേട്ടോ. സോ അതിൽ ഫസ്റ്റ് വൺ ഈസ് ഹൈഡ്രോഫോബിക്കും വാൻഡർ വാൾ ഇന്ററാക്ഷൻ വിത്ത് അറോമാറ്റിക് റെസിഡ്യൂ വിത്ത് ബൈൻഡിങ് സൈറ്റ് ആയിരിക്കും. മറ്റേ വിങ് ആണെങ്കിലോ ഇന്ററാക്ഷൻ വിത്ത് അലീഫാറ്റിക് റെസിഡ്യൂ ആയിരിക്കും. ഇപ്പൊ ഫസ്റ്റ് വിങ് ആണെങ്കിൽ അങ്ങനെ, സെക്കൻഡ് വിങ് ആണെങ്കിൽ അങ്ങനെ. സോ ഇങ്ങനെയുള്ള സിമ്പിൾ പോയിന്റ്സ് നോക്കി വെക്കുക. ഇതൊക്കെ മേ ബി എടുത്ത് ചോദിക്കാം. സോ വിങ് 1 ഏതാണ്? വിങ് 1 ആണെങ്കിൽ പറയുന്നത് ഹൈഡ്രോഫോബിക് ആണ്, വണ്ടർബിൾ ഇന്ററാക്ഷൻ വിത്ത് അറോമാറ്റിക് റെസിഡ്യൂ ഇൻ ദ ബൈൻഡിങ് സൈറ്റ് ആണെന്ന് പറയാം. വിങ് 2 ആണെങ്കിൽ എന്ത് പറയാം, അലിഫാറ്റിക് റെസിഡ്യൂ ആണ് എന്നുള്ളത് പറയാം. വിങ് ഇന്ററാക്ട് വിത്ത് അലിഫാറ്റിക് റെസിഡ്യൂ ആണെന്നും പഠിച്ച് വെക്കുക. സോ ഇത് നെവിറാപ്പിന്റെ മെറ്റബോളിസം ആണ്. ഇപ്പോഴും പറയുന്നു, നമുക്കത് ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. കാര്യം നമുക്ക് ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ പറയുന്നുണ്ട്, നമ്മൾ പറയാം, മെക്കാനിസം ഓഫ് ആക്ഷൻ പറയാം, അത് നിങ്ങൾ നോക്കി പോവുക. ബട്ട് സ്റ്റിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നോക്കി വെക്കുക. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എങ്ങനെ, എൻഡിങ് മെറ്റീരിയൽ എങ്ങനെ, അറ്റ്ലീസ്റ്റ് എൻഡിങ് മെറ്റീരിയലും സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ നോക്കുക കേട്ടോ. സോ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുവാണ്. സോ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ 3 ഹൈഡ്രോക്സി NVP നിന്നും സ്റ്റാർട്ട് ചെയ്യാം, ഈവൻ NVP സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നോക്കിയേ, NVP ഞാൻ കൊടുത്തിട്ടുണ്ടോ, NVP കൊടുത്തിട്ടുണ്ട്. NVP എന്നാണ് സ്റ്റാർട്ടിംഗ് വരെ. NVP എന്നാണെങ്കിൽ 2 ഹൈഡ്രോ NVP 20, 24, 25 ആൻഡ് അവിടെ വെച്ച് നിന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് തുടങ്ങാം, 21 തുടങ്ങാം. ഇവിടുന്ന് 3 ഹൈഡ്രോക്സി NVP ഗ്ലൂക്രോണിക് 25 നമുക്ക് കിട്ടും. എളുപ്പമാണ് പഠിക്കാൻ. NVP എന്ന് പഠിച്ചാൽ മതി. ബാക്കി 2 ഹൈഡ്രോക്സിയും 2 ഹൈഡ്രോക്സി NVP ഗ്ലൂക്രോണിക്കും അങ്ങനെ പഠിച്ചാൽ മതി. പിന്നെ അവിടെ നിന്ന് തന്നെ 3 ഹൈഡ്രോക്സി NVP ഗ്ലൂക്രോണിക്കിന് ഇവിടെ നിന്ന് NVP സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കുക. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പഠിക്കുക, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പഠിക്കുക, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങനെ പഠിക്കുക. അപ്പം നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും മെറ്റബോളിസം നിങ്ങൾക്ക് പഠിക്കാം. മെറ്റബോളിസം ഞാൻ പറഞ്ഞതുപോലെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ നെക്സ്റ്റ് പറയാവുന്ന NA ഇൻഹിബിറ്റേഴ്സ് ആണ്. സോ ന്യൂറോമെഡേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്, ബൈൻഡ് ടു NA റിസെപ്റ്റേഴ്സ്. സോ ഇവിടെ ഞാൻ എൻ്റെ ന്യൂറോമെഡേസിൻ്റെ ആക്ടിവിറ്റി എങ്ങനെയാണ്, ഇൻഹിബിഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ന്യൂറോമെഡേസ് ഇൻഹിബിറ്റേഴ്സ് നിന്നു ഈ ഒരു വൈറൽ റിലീസിനെ എന്ത് ചെയ്യുന്നു, ഇടയ്ക്ക് കയറി പോയിട്ട് ഇന്റർഫിയർ ചെയ്യുവാണ് ചെയ്യുന്നത്. സോ സ്ട്രക്ചർ ഓഫ് സെനാമിഡ് മേ കോൺഫർ എ ലോ
പ്രൊപ്പൻസിറ്റി ഫോർ ദ റെസിസ്റ്റൻസ് ദാൻ ഒസൽട്ടാമവർ. സോ ഈ ഡ്രഗുകളുടെയൊക്കെ പ്രശ്നം ഒരു പോയിന്റ് എത്തുമ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഡ്രഗ്സുകളാണ് ഈ HIV അല്ലെങ്കിൽ ഈവൻ ആന്റിവൈറൽ ഡ്രഗ്സ്. റീസൺ എന്തുകൊണ്ടായിരിക്കും? ഭയങ്കര ഹെപ്പാറ്റോക്സിക് ആയിരിക്കും. അപ്പോൾ ഈ ഡ്രഗ് കൊടുക്കുന്ന സമയത്ത് അവരുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. കാര്യം മിക്കവാറും ഭയങ്കര ടോക്സിറ്റി ഉള്ള ഡ്രഗ്സുകളാണ്. സോ ഇതിന്റെ സ്ട്രക്ചർ നോക്കി വെക്കുക. പിന്നെ അത് മാത്രമല്ല, കൺഫർമേഷൻ ചേഞ്ച് ഓഫ് ആക്റ്റീവ് സൈറ്റ് റിക്വയർഡ് ടു അലോ ബൈൻഡിങ്. സോ ഒസൽട്ടാമവറിനൊക്കെ ആണെങ്കിൽ കൺഫർമേഷൻ ചേഞ്ച് ആവശ്യമാണ് ആക്റ്റീവ് സൈറ്റിന്റെ, എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബൈൻഡിങ്ങിന് അലോ ചെയ്യത്തുള്ളൂ. ഇവിടെ സനാമവർ അല്ലെങ്കിൽ റിനൽസിൻ ആണെങ്കിൽ കൺഫർമേഷൻ ചേഞ്ചിന് ആവശ്യമില്ല, ബൈൻഡിങ് സൈറ്റിൽ പോയിട്ട് ചെയ്യണം എന്നില്ല. പിന്നെ ഒസൽട്ടാമവർ ഡസ് നോട്ട് ഫിറ്റ് വെൽ ഇൻ ടു സലീക് ആസിഡ് ബൈൻഡിങ് സൈറ്റ് ഓഫ് ദ വൈറൽ ന്യൂറാമിഡേസ് വെയർ സനാമവർ ബൈൻഡ് ടൈറ്റ്ലി വിത്ത് വൈറൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ന്യൂറാമിഡേസ്. സോ ബേസിക്കലി നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ കൺഫർമേഷൻ ചേഞ്ചിന്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒസൽട്ടാമവർ പോലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് ഡയറക്ട്ലി പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കൺഫർമേഷൻ ചേഞ്ച് ഓഫ് ആക്റ്റീവ് സൈറ്റ് ആവശ്യമാണ് എന്നുള്ളതാണ്. ഇവിടെയാണെങ്കിൽ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് എങ്ങനെ ഡെവലപ്പ് ആവുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി പറയാൻ പറ്റും. കാര്യം കൺഫർമേഷൻ ചേഞ്ച് ആവശ്യമാണ്. അപ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ ചേഞ്ച് അവിടെ ഇല്ല, നടക്കുന്നില്ല. ദാറ്റ് മീൻസ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല അർത്ഥം വരുന്നത്. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. സ്ട്രക്ചർ മാത്രം നോക്കി പോയാൽ മതിയായിരിക്കാം. ഒസൽട്ടാമവർ ഫസ്റ്റ് ഓർലി ആക്റ്റീവ് ന്യൂറാമിഡേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. പ്രോഡ്രഗ് കോമ്പൗണ്ട് ആണ്. ഹൈഡ്രോളിസ് ഓഫ് ദ എസ്റ്റർ ടേക്ക് പ്ലേസ് ഇൻ ദ ബോഡി ടു ഗീവ് ആക്റ്റീവ് കാർബോക്സിലിക് ആസിഡ് ഡെറിവേറ്റീവ് ഓഫ് ഒസൽട്ടാമവർ. സോ ഹൈഡ്രോളിസ് നടന്നിട്ടാണ് അവിടെ നിന്ന് തന്നെയാണ് നടക്കുന്നത് കേട്ടോ. സോ ഒസൽട്ടാമവർ ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ് അല്ല, ഡെറിവേറ്റീവ് ഫ്രം ദ നാച്ചുറൽ പ്രൊഡക്റ്റ് കോൾഡ് സ്കിമ്മിക് ആസിഡ്. സോ സ്കിമ്മിക് ആസിഡ് എന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോക്കി വെക്കുക. സ്കിമ്മിക് ആസിഡ് ആണ് ഉണ്ടാക്കുന്നത്. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് അവർ യൂസ് നോക്കുക, എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുക, അത് മാത്രമേ ആവശ്യമുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് സനാമവർ ആണ്. എഫക്റ്റീവ് അബൌട്ട് ഇൻഫ്ലുവൻസ് എയും ബിയും. ഇൻഫ്ലുവൻസ് എന്താണ്? സീസണൽ ഡിസീസ് ആണ്, എല്ലാം അറിയാലോ അല്ലേ. So poor bioavailability and poor plasma protein binding used for oral inhalation. So oral inhalation വേണ്ടി നമ്മൾ കൂടുതൽ കൊടുക്കാറുണ്ട്. Poor bioavailability and poor plasma protein binding ആണ് എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മുടെ റെഫറൻസ്, മെഡിസിനൽ കെമിസ്ട്രീൻ്റെ ഒക്കെ നമ്മളെടുത്ത റെഫറൻസ് ആണ്. സോ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. സോ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് എന്ന് ഞാൻ ഒരിക്കലും പറയൂല. ഇച്ചിരി പാടുണ്ട്, ആ സ്ട്രക്ചർ പഠിച്ചെടുക്കുക എന്നുള്ളത് തന്നെ പാടുണ്ട്, ഓരോ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് പാടുണ്ട്. പക്ഷെ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഫാർമക്കോളജിയിൽ ആൻറ്റിവൈറൽ എത്തുമ്പോൾ നിങ്ങൾക്ക് പടപടയെ പഠിക്കാൻ പറ്റും. അത്ര വലിയ ടഫ്നെസ് ഒന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. ഇപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.